വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടൊരു ഐറ്റമാണ്. അതിൻ്റെ പേരൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ട് പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ആദ്യം നമ്മൾ ചെറുതായിട്ട് സവാള അരിഞ്ഞെടുക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ട ഉടച്ച് വെക്കുക. ഞാനിപ്പോൾ ഒരു 5-6 മുട്ട എടുത്തിട്ടുണ്ട്, 6 മുട്ട. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ കുറച്ച് പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ ഓംപ്ലേറ്റിന് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവാനായിട്ട് വെച്ചതിൽ കുറച്ച് ഓയിൽ വീത്തി കൊടുക്കുക. ഓയിൽ വീത്തിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് അതിലോട്ട് തട്ടുക. അതിന് ശേഷം കുറച്ച് ജസ്റ്റ് ഒന്ന് അത് വാടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടത് നമ്മൾ സാധാരണ മുട്ടക്കറിക്ക് ചെയ്യുന്ന പോലെ അത്രയും അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത്, ചെറുതായിട്ടൊന്ന് കളർ മാറി വരത്തില്ലേ, ആ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇടണം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാലയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. അതിടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഇതും കൂട്ടി വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് കറിയില്ലാത്ത ഫീലേ ഉണ്ടാകത്തില്ല. അപ്പോൾ നന്നായിട്ടത് ഇതായതിന് ശേഷം പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരപ്പ് കരിഞ്ഞു പോവാതെ എടുക്കണം. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട കലക്കി വെച്ചിരിക്കുന്നതിലേക്ക് വീഴ്ത്തുക. അതിനുശേഷം കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഞാനിത് സെർവ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. നമ്മളെ മുട്ട റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ ദ വാച്ചിങ്.